നമസ്കാരം. ഏവർക്കും ബൈജൂസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അധ്യാപക ദിനമായ ഇന്ന് ഒരുപാട് വർഷത്തെ അധ്യാപക ജീവിത പരിചയമുള്ള എൻ്റെ വീട്ടിനടുത്തുള്ള നെരുവത്തുപുഴയിൽ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വീട്ടിലാണ് ഞാനുള്ളത്. വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകനായി വിരമിച്ച ഇദ്ദേഹം എൻ്റെ അമ്മച്ചൻ്റെയും അമ്മമ്മയുടെയും അധ്യാപകൻ കൂടിയാണ്. ബാലകൃഷ്ണൻ മാസ്റ്ററെ ആദരിക്കാൻ വാർഡ് മെമ്പറും എൻ്റെ അച്ഛനും അച്ഛൻ്റെ സുഹൃത്തുക്കൾക്കുമൊപ്പം നെരുവത്തുപുഴയിൽ വീട്ടിലെത്തി. ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കിയ ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ കാർഡും സാറിന് നൽകി. ബാലകൃഷ്ണൻ സാറിനോട് കുറച്ചു കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അങ്ങ് ഒരു അധ്യാപകനായി തുടക്കം കുറിച്ച കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? തുടക്കത്തിലുള്ള അനുഭവങ്ങൾ 1964 ജൂൺ മാസമാണ് ഞാൻ വടക്കുംപാട് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ചേരുന്നത്. ആ കാലത്ത് അവിടെ 8ാം ക്ലാസ് 2 ഡിവിഷനും 9 1 10ാം ക്ലാസ് ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ എണ്ണവും വളരെ പരിമിതമായിരുന്നു. അന്നത്തെ കുട്ടികളും അധ്യാപകരുമായിട്ടുള്ള ആ കാലഘട്ടത്തെ ഒരു ബന്ധം അന്ന് ക്ലാസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് ഓരോ കുട്ടിയെയും അധ്യാപകന് മനസ്സിലാക്കാനും ഓരോ കുട്ടിയോടും അടുപ്പം ഉണ്ടാക്കാനും അധ്യാപകന് കഴിയും. കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് അന്ന് കുട്ടികൾ വളരെ ഭയത്തോടും ബഹുമാനത്തോടും കൂടിയാണ് അധ്യാപകനെ കണ്ടിരുന്നത്. പക്ഷെ ഇന്നതല്ല. ഇന്നൊരു സൗഹൃദ രൂപത്തിലാണ് കുട്ടികൾ അധ്യാപകനായിട്ട് ഇടപഴകുന്നത്. ആ കാലത്ത് രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിലോ അല്ലെങ്കിൽ അയച്ചാൽ തന്നെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലോ രക്ഷിതാക്കൾക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് നേരെ തിരിച്ച് ഇന്ന് കുട്ടികളെ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് രക്ഷിതാക്കൾ സ്കൂളിൽ അയക്കുന്നതും സ്കൂളിലെ പാഠ്യപ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ തന്നെ രക്ഷിതാക്കൾ സസൂക്ഷ്മം കാണുന്നുണ്ട്. ആ ഒരവസ്ഥ അന്നും ഉണ്ടായിരുന്നില്ല. ഏത് ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത് എന്ന് പോലും രക്ഷിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല. അതാണ് ഒരു പ്രധാന വ്യത്യാസം. കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അന്ന് കുട്ടികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതായത് 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തൊക്കെ എത്തുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. അതിഭൂരിപക്ഷവും പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളായിരിക്കും. ഇന്ന് നേരെ തിരിച്ച് മുഴുവൻ കുട്ടികളും എന്ത് ചെയ്യുന്നതാണ് പഠിക്കാൻ താല്പര്യമുള്ളത്. അതിൻ്റെ കാരണം രക്ഷിതാക്കളും അധ്യാപകരൊക്കെ തന്നെ ഒരു കൂട്ടായ്മ അതിലുണ്ട്. ആ കൂട്ടായ്മ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. വെറും അധ്യാപകർ പഠിപ്പിക്കുന്നു, കുട്ടികൾ കേൾക്കുന്നു, പരീക്ഷ എഴുതുന്നു. ആ ഒരു വ്യത്യാസമാണ് അന്നത്തേത് ഇന്നതായിട്ടുള്ള ഒരു കാതലായ മാറ്റം. നല്ലൊരു അനുഭവം. അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്യാർത്ഥികളായിട്ടുള്ള ഒരു ദിവസം എന്നോട് ഒരു ക്ലാസ്സിലെ കുട്ടി അവനിപ്പോൾ ഉണ്ട് എന്നോട് ചോദിക്കുകയാണ്, മാഷ് എങ്ങനെയാണ് പുസ്തകം നോക്കാതെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുള്ളത്.
അതിപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ മുൻകൂട്ടി പാഠഭാഗങ്ങളൊക്കെ പഠിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പുസ്തകം നോക്കാതെ തന്നെ കാര്യങ്ങൾ പറയാൻ കഴിയും. ചിലരൊക്കെ പുസ്തകം വായിച്ചിട്ട് അതിങ്ങനെ വിശദീകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ആയിരുന്നില്ല ഞാൻ. പിന്നെ എൻ്റേത് ശാസ്ത്ര ഇതായതുകൊണ്ട്, പഠിപ്പിക്കുന്ന വിഷയം ശാസ്ത്രമായതുകൊണ്ട് ഓരോന്നും തമ്മിൽ ബന്ധപ്പെട്ടാണ്. അപ്പം നമ്മൾ തുടക്കം മുതൽക്ക് അവസാനം വരെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ പറയാൻ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട്, അതായത് ക്ലാസ്സിൽ ഞാൻ അന്നേരം പറഞ്ഞൊരു കാര്യം, എന്നെ സംബന്ധിച്ച് ഇത് വളരെ നിസ്സാര കാര്യമാണ്. പുസ്തകം നോക്കാതെ കണ്ട് പറയുന്നത്. അപ്പം ഞാൻ എന്നെ പഠിപ്പിച്ച കോളേജിലൊരു അധ്യാപകൻ, അദ്ദേഹം ഹിസ്റ്ററി പഠിപ്പിക്കുന്നു. ഹിസ്റ്ററി എന്ന് പറയുമ്പം ശാസ്ത്രമായിട്ട് വ്യത്യാസമുണ്ട്, ഒരുപാട് വിശദീകരണം വരും. പക്ഷെ അയാൾ ക്ലാസ്സിൽ വന്നിട്ട് ഒരു നോട്ടോ ഒരു കാര്യവും ഇല്ലാതെ കണ്ട് കൈ ഇങ്ങനെ കെട്ടിയിട്ട് എന്തു ചെയ്യും, ലെക്ചർ ചെയ്യും. ലെക്ചർ ചെയ്തതിന് ശേഷം എന്തു ചെയ്യും, നോട്ട്സ് പറയും. ഈ നോട്ട്സ് പറയാനൊന്നും അയാൾക്ക് യാതൊരു വിഷമവും ഇല്ല. അപ്പോൾ ഒരു ശാസ്ത്ര വിഷയവും ചരിത്രവും തമ്മിൽ വളരെയധികം വ്യത്യാസമുള്ള ഈ ചരിത്രം പറയുന്നെങ്കിൽ ഓരോ കൊല്ലവും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ വരണം. അതൊന്നും യാതൊരു വള്ളി പുള്ളി തെറ്റാതെ കണ്ട് അദ്ദേഹം പറയും. അപ്പോൾ എന്നെ പഠിപ്പിച്ച ആ അധ്യാപകൻ്റെ അപാരമായ കഴിവ്, അതാണ് ഞാൻ കുട്ടികളോട് പറഞ്ഞത്. പണ്ട് പഠിപ്പിച്ചിരുന്ന കുട്ടികൾ ക്ലാസ്സിൽ പലതരത്തിലുള്ള സ്വഭാവക്കാരായിരിക്കുമല്ലോ. ഇപ്പോഴൊക്കെ ആ കുട്ടികളെ നേരിൽ കാണുമ്പോൾ മനസ്സിലാവാറുണ്ടോ? അവർ സാറിനോട് സംസാരിക്കാറുണ്ടോ? പഠിപ്പിച്ച കുട്ടികളൊക്കെ ഉണ്ടാവും. ആ കുട്ടികളെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിൽ അവരിങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, മാഷ് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് സീറ്റ് തരികയും, അങ്ങനെ ഒരു അനുഭവം. അത് അധ്യാപകർക്ക് മാത്രമുള്ള ഒരു, മറ്റ് ജോലി ചെയ്യുന്നവർക്കൊന്നും ഈ ഒരു അനുഭവം ഉണ്ടാകുകയില്ല. സമൂഹത്തിൽ ഒരുപാട് മേഖലകളിൽ ഉള്ള കുട്ടികൾ പല ജോലിയും ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ അവരെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു കഴിവ് ഒരു അധ്യാപകനുണ്ട്. അതേസമയത്ത് മറ്റ് ജോലി ചെയ്യുന്നവർക്കത് ഉണ്ടായെന്ന് വരികയില്ല. പറയാനുള്ളത്, ഇപ്പോഴത്തുള്ള അധ്യാപകരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഏത് ജോലിയായാലും ശരി അതിൻ്റെ പിന്നിൽ ഒരു അധ്വാനം, നമ്മൾ വളരെയധികം അധ്വാനിച്ചിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് വിദ്യാർത്ഥിക്കത് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പം മറ്റേത് ജോലിയെപ്പോലെയും ഒരു കായികമായ കൈക്കോട്ട് പണിയായാൽ പോലും അതിലുള്ളൊരു വൈദഗ്ധ്യം, അതുപോലെ തന്നെ അധ്യാപക ജോലിയിലുള്ള വൈദഗ്ധ്യം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ അധ്വാനം വേണം. ആ അധ്വാനിച്ച് നമ്മൾ പാഠഭാഗങ്ങളൊക്കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. അപ്പം നല്ലൊരു അധ്യാപകനാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നല്ല പരിശ്രമം അതിൽ വേണം എന്നുള്ളതാണ് പുതിയ തലമുറയ്ക്ക് എനിക്ക് നൽകാനുള്ള ഒരു സന്ദേശം. പറയാനുള്ളതെന്ന് വെച്ചാൽ, പഴയ കാലത്തെ സമൂഹത്തിൽ നിന്ന് വളരെ വിഭിന്നമാണ് ഇന്നത്തെ സമൂഹം. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ മാത്രമല്ല, സമൂഹവും നമ്മളെ കൂടെയാണ്. സമൂഹവും രക്ഷിതാക്കളും ഒക്കെ തന്നെ നമ്മളെ പിന്നിലുണ്ട്. അതുകൊണ്ട് പഴയ വിദ്യാർത്ഥികളിൽ നിന്ന് എത്രയോ അനുഗ്രഹീതരാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ. അതുകൊണ്ട് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാനും അതിനുള്ള പഠന ഉപകരണങ്ങൾ കൂടുതൽ ആശ്രയിക്കാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തി കുട്ടികൾ അവരുടെ ഭാവി കരുപിടിപ്പിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി സമൂഹത്തിലെ നല്ല ഒരു പൗരനായിട്ട് തീരാൻ വേണ്ടി ഓരോ വിദ്യാർത്ഥിയും ശ്രമിക്കണം. ജോലി ലഭിക്കൽ മാത്രമല്ല, നമ്മുടെ ജീവിതം എങ്ങനെ നന്നായി കൊണ്ടുപോകാൻ കഴിയും
അതിനുള്ള ഒരു അഭ്യാസം കൂടിയാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം. ഇത്രയും നേരം ഞങ്ങളോട് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച ബാലകൃഷ്ണൻ സാറിനോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അധ്യാപക ദിനാശംസകളും.